രാഗവേദിയിൽ വർണ്ണവിസ്മയമൊരുക്കാൻ അനശ്വര എത്തുന്നു. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നെ സ്വപ്നത്തിലാന്ന് തോന്നുന്നു. നല്ല മുത്തുപൊഴിയുന്ന പോലെ ചിരി. ചിരിച്ചേ, ഒന്നും കൂടെ ചിരിച്ചേ. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇത്ര വലിയൊരു മിടുക്കി പാട്ടുകാരിയാണ് നമ്മൾ പാടി. തുടർന്ന് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത്. മനസ്സിലായി. പിന്നീട് ഒട്ടേറെ ചിരി നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട്. ടോപ്പ് സിംഗർ വേദിയിൽ പാട്ടിന്റെ വർണ്ണവിസ്മയവുമായി ഐറിസ് സെൽമ എത്തുന്നു. ചാടി ഹായ്. മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ എന്ന ഗാനമാണ് താരം ആലപിക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ആ പാട്ട് യാഥാർത്ഥ്യ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരം പാടി അവതരിപ്പിക്കുന്നത്. പാടി തന്നെയാണ് അത് കേട്ടത്. ഇപ്പോഴും നമ്മളൊക്കെ ഇത് കേട്ട് നമുക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനും പ്രണയിക്കാനും. തുടർന്ന് ഒട്ടേറെ നല്ല നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട്. വാക്ക് പറഞ്ഞില്ലേ പ്രണയിക്കാനും എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച്. അതാരാ? വേദിയിൽ ആദ്യ പ്രകടനം കാഴ്ചവെക്കാൻ അശ്വിൻ എത്തുന്നു. എല്ലാം കൊണ്ട് നന്നായിരുന്നു കേട്ടോ മോനെ. ഒരു പഴയകാല മനോഹര ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്കൊരു രാഗവേദിയിൽ പാട്ട് വിസ്മയമൊരുക്കാൻ ദേവതീർത്തെത്തുന്നു. ഏറ്റവും ഇഷ്ടമുള്ളതും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ പേര്. മലയാളികൾക്കേറെ പ്രിയങ്കരമായ ഗാനമാണ് താരം അവതരിപ്പിക്കുന്നത്. ഞാൻ ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരന്റെ ഫേസ് എനിക്ക് ക്ലിയർ ആവുന്നു. തുടർന്ന് ഒട്ടേറെ രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട്. അത് ആരായിട്ടായിരിക്കും മോന്റെ ഒരു മനസ്സിൽ വരുന്നത്? നീ എന്റെ സ്വപ്നം കാണാൻ. കുട്ടിത്താരത്തിന്റെ പുതിയ പ്രകടനത്തിനായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.